ഇന്ന് നമുക്ക് ഊണിനൊപ്പം ഒരു നാടൻ കറി തയ്യാറാക്കിയാലോ? കാരണം ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. തോരനും അല്ല അവിയലും അല്ല. ശരിക്കും വേണമെങ്കിൽ തോരനെന്നോ അവിയലെന്നോ നമുക്ക് പറയാം. ഇത് മറ്റൊന്നുമല്ല, നമ്മളെ വീട്ടിലുള്ള സ്ഥിരം കാര്യം. ആരും യൂസ് ചെയ്യത്തുമില്ല. ഇതേ കോവയ്ക്കയും ചക്കക്കുരുവാണ്. ഇപ്പോൾ ചക്ക സീസൺ, ആവശ്യമുള്ള ചക്കക്കുരു വീടുകളിലുണ്ട്. പിന്നെ കോവയ്ക്ക എല്ലാ വീടുകളിലും കാണും. ചക്കക്കുരു അതിൻ്റെ പുറം തൊലി മാത്രം കളഞ്ഞെടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് കോവയ്ക്കയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു സവാള അരിഞ്ഞതും കൂടെ വേണം കേട്ടോ. അതും കൂടെ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ആദ്യം ചക്കക്കുരു വേവിക്കാൻ ഒരു പാത്രത്തിലിട്ട് ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പും വെള്ളവും ഒഴിച്ച് അത് അടുപ്പിലോട്ട് വെക്കാം. അത് വേവാൻ പാകത്തിനുള്ള വെള്ളം വെക്കണം. കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ചക്കക്കുരുവിൽ കളർ പിടിച്ചു വരും. ഉപ്പും പിടിച്ച് കിട്ടാനാണ് ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് കറി തയ്യാറാക്കാനായിട്ട് മറ്റൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. അതും ചേർത്ത് 2 വറ്റൽമുളക് മുറിച്ച് അതിലേക്കിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക. ഇതെല്ലാം കൂടെ മൂക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ചെറിയ ഉള്ളി നിർബന്ധമായും ചേർക്കണം. ആ ചെറിയ ഉള്ളി മൂക്കുമ്പോഴാണ് ഇതിന് നല്ല മണം കിട്ടുന്നത്. ഒരടുപ്പിലോട്ട് നമ്മൾ ചക്കക്കുരു വേവുന്ന സമയത്തേക്ക് നമുക്കിത് തയ്യാറാക്കാം. കടുകും കറിവേപ്പിലയൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ തട്ടി കൊടുക്കാം. കോവയ്ക്കയും കൂടെ ചേർത്തിട്ട് ഈ കോവയ്ക്കയ്ക്കും സവാളയ്ക്കും വേണ്ട ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഉപ്പേ നമ്മളിപ്പോൾ ചേർക്കാവുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ അതനുസരിച്ച് ഫ്ലെയിം മാറ്റിക്കൊണ്ട് നമുക്കിതിനെ ഇളക്കി അല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെ ഈ കോവയ്ക്കയും സവാളയും വെന്ത് കിട്ടണം. ആ വെന്ത് വരുന്ന സമയത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പോഴത്തെ ചക്കക്കുരു വേവിക്കാൻ വെച്ചിരിക്കുന്നതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൽ വെള്ളം വറ്റി അത് കരിഞ്ഞു പോകരുത്. അത് തന്നെയായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി അതും കൂടെ നോക്കിക്കൊള്ളണം. ഈ ചക്കക്കുരു വെക്കുമ്പോൾ നമ്മളത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം വെച്ചാൽ നമുക്ക് ഊറ്റിക്കളയാതെ തന്നെ കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ കോവയ്ക്കയും വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അത് വേവിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത് രണ്ടും അടിയിൽ പിടിച്ചു പോകാതെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇടുക. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി വൃത്തിയാക്കിയതും കൂടെ ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി നന്നായിട്ട് വൃത്തിയാക്കിയത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് ഇത് തോരത്തിൻ്റെ അരപ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ചക്കക്കുരുവിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, ജീരകം ചേർക്കുക, എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. എന്ന് വെച്ചാൽ തോരത്തിൻ്റെ അരപ്പാണ്, ശരിക്കും അരഞ്ഞു പോകാത്ത രീതിയിൽ ചതച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക് ഇതേ നോക്കൂ വെന്തിട്ടുണ്ടാവും. അപ്പുറത്തെ പാത്രത്തിൽ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കോവയ്ക്ക് നന്നായിട്ട് വെന്തപ്പോൾ നമുക്ക് ആ വെന്ത ചക്കക്കുരു ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. കറക്റ്റ് വെള്ളമാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം തെളിച്ച് കളയാതെ ഇതുപോലെ കറക്റ്റ് പരുവത്തിന് കിട്ടും. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ചക്കക്കുരുവും കോവയ്ക്കയും കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമുക്ക് പിന്നീട് വേണ്ടത് നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് തട്ടി കൊടുക്കണം. അരപ്പ് ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഇളക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യുക. അരപ്പ് കൂടെ തട്ടി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ട മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ആ അരപ്പിലേക്ക് ഒഴിച്ച് അരപ്പ് വേവണം. പച്ച മണം മാറി കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിം വെച്ച് നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ അരപ്പ് വെന്ത് നല്ല മണമായി മാറും, പച്ച മണം മാറിയിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് അടപ്പ് തുറന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തോർത്തിയെടുത്താൽ മാത്രം മതി. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി ഒന്ന് തോർത്തിയെടുക്കുമ്പോൾ നമ്മുടെ കോവയ്ക്കയും ചക്കക്കുരുവും കൊണ്ടുള്ള തോരൻ റെഡിയായി. കോവയ്ക്ക വീടുകളിൽ ഇപ്പോൾ ധാരാളം പിടിക്കുന്ന സമയമാണ്. മിക്കുള്ളവർക്ക് എന്നും ഒരു മെഴുക്കുവരട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ചേർത്ത പോരാത്ത ഉപ്പാണ് കേട്ടോ ചേർത്തത്. അതുകൊണ്ട് മെഴുക്കുവരട്ടി അവിയലോ മാത്രമല്ല, നമുക്ക് കോവയ്ക്ക കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ചെയ്യാം. ചക്കക്കുരുവും കൂടെ ചേർക്കുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുമാത്രമല്ല ഹെൽത്തിയാണ്, നാടൻ സാധനമല്ലേ. അതുകൊണ്ട് ഇനി കോവയ്ക്കൊക്കെ ഉണ്ട് ചക്കക്കുരു ഉണ്ടെങ്കിൽ പാഴിക്കളയാതെ ഇങ്ങനെയൊക്കെ മാറി ഐറ്റങ്ങൾ ചെയ്ത് നോക്കൂ. ചൂട് ചോറ് ഈ ചൂട് തോരനും മതി കേട്ടോ.
നമുക്ക് ആവശ്യാനുസരണം കഴിക്കാൻ പറ്റും. മറ്റൊരു കറിയുടെ ആവശ്യമില്ല. കാരണം കോവയ്ക്കയും ചക്കക്കുരുവും എല്ലാം കൂടി ചേർന്ന് എന്ത് ടേസ്റ്റാണെന്നറിയോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ചെയ്ത് നോക്കിയിട്ടും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കണേ. ചൂട് ചോറും കോവയ്ക്ക ചക്കക്കുരുവും തോരനും അല്ലെങ്കിൽ അവിയൽ, പിന്നെ ഏത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. അത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു കറി, എന്ത് ടേസ്റ്റായിട്ട് നാടൻ കറി നമുക്ക് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോവയ്ക്ക വേണ്ട, മടുത്ത് എന്ന് പറയുന്നത് വരെ ഇങ്ങനെ മാറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ വാങ്ങി കഴിക്കും. തീർച്ചയാണ്, അത്ര ടേസ്റ്റിയാണ് കേട്ടോ. ട്രൈ ചെയ്യണേ.